തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ ആദ്യത്തെ കുട്ടിയുടെ മരണവും കൊലപാതകം. ആദ്യ കുഞ്ഞിനെയും കൊന്നത് അമ്മയെന്ന് എഫ്ഐആർ. ഭവനും അനീഷയ്ക്കുമെതിരെ കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശൂരിൽ നിന്നും. ലെവിൻ, ഇന്ന് കേരളത്തെ ഞെട്ടിച്ച വാർത്തയാണ് തൃശൂരിൽ നിന്ന് പുറത്തു വന്നത്. അതിൽ രണ്ടാമത്തെ കുട്ടിയുടെ മാത്രമാണ് കൊലപാതകമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. ഇപ്പോഴിതാ ആദ്യത്തെ കുട്ടിയെയും ഇവർ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന വിവരം വരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന സംശയങ്ങൾക്ക് അവസാനമായിരിക്കുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലും തെളിവെടുപ്പിലും ശാസ്ത്രീയ പരിശോധനകളിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് 2 കേസുകൾ എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2 കൊലപാതകങ്ങളും നടത്തിയത് അനീഷയാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിലും പരിശോധനകളിലും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത് 2021 നവംബർ 6-നും രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയത് 2024 ഓഗസ്റ്റ് 29-നുമായി. അങ്ങനെ 2 സമയങ്ങളിലായാണ്. 2024 ഓഗസ്റ്റ് 29-ന് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുളിമുറിയിൽ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും പിന്നീട് ഈ കുഞ്ഞിനെ 30-ന് ആൺസുഹൃത്തായിട്ടുള്ള ഭവിന്റെ വീട്ടിലെത്തിച്ച് പറമ്പിൽ കുഴിച്ചു മൂടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥി എടുത്തത് 8 മാസങ്ങൾക്ക് ശേഷമായിരുന്നു. അതായത് 2021 നവംബർ 6-ന് ഈ കുഞ്ഞിനെ ജനിച്ചുടനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട് ആ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ അഴുകി ജീർണിച്ചതിന് ശേഷം അസ്ഥി എടുത്തത് 8 മാസങ്ങൾക്ക് ശേഷം. ഈ രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥി എടുത്തത് 4 മാസങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിൽ ഇവർ പ്രതികൾ രണ്ടുപേരും ഈ അന്വേഷണ സംഘത്തോട്, ചാലക്കുടി ഡിവൈഎസ്പി അടക്കമുള്ള അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇന്ന് രാത്രി തന്നെ 2 പേരെയും 2 സ്ഥലങ്ങളിലായി എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഭവിന്റെ ആമ്പല്ലൂർ നെന്മണിക്കരയിലെ വീട്ടിലും അതിനുശേഷം ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ യുവതിയെ ഈ വെള്ളിക്കുളങ്ങരയിലെ നൂലുവള്ളി എന്ന സ്ഥലത്തെ അവരുടെ വീട്ടിലും എത്തിച്ച് 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ 2 കൊലപാതക കുറ്റങ്ങളാണ്. ആ 2 കൊലപാതക കുറ്റങ്ങളിലും 2 കേസുകൾ, കൊലപാതകവും ഗൂഢാലോചനയും അടക്കം ചുമത്തി 2 കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് പ്രതികളെ തെളിവെടുപ്പ് നടത്തും. നാളെ കൂടുതൽ പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും അടക്കം ആവശ്യമാണ്. അതിനുശേഷം കൂടുതൽ പരമാവധി വിവരങ്ങൾ എഫ്ഐആറിലും മറ്റ് റിമാൻഡ് റിപ്പോർട്ടിലും അടക്കം രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ഏതായാലും പ്രതികളുടെ തെളിവെടുപ്പ് ഇന്ന് രാത്രി തന്നെ 2 സ്ഥലങ്ങളിലായി നടക്കും. അതിനുള്ള റിട്ടേൺ വർക്കുകളെല്ലാം പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആദ്യത്തെ സംഭവം കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ 12 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെയും പുതുക്കാട് CI അമൃതരംഗന്റെയും നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിലാണ് ഈ സംശയങ്ങളൊക്കെ മറനീക്കി ഈ സംഭവത്തിലെ കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ പോലീസ് രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അമ്മ തന്നെയാണ് 2 കുഞ്ഞുങ്ങളെ ജനിച്ച ഉടൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പുതുക്കാട് നവജാത ശിശുക്കളുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരം. ലക്ഷ്മി, തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ മരണം 2 കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.